ഇനി വാഴ 2 സത്യമേ പറയാവുള്ളൂ. സത്യം പറയും. ഈ കുഞ്ഞുനാളിൽ വല്ലതും സാറുമാരുടെ അടി കിട്ടിയിട്ടുണ്ടോ? എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇഷ്ടംപോലെ. അതിന്റെ പ്രതികാരമാണ് വാഴ കണ്ടത് ഞങ്ങൾ. എന്നാ റഫ് ക്യാരക്ടർ ആയത്. അത് ഞാനും ആലോചിച്ചു. ഞാൻ സത്യത്തിന്റെ കഥ കേൾക്കാതെ പോയത്. അപ്പൊ ഈ ആടിന്റെ ഷൂട്ടിംഗ് നടക്കുന്നു. ഞാൻ മറ്റേ വറീത് മാപ്പിള ആയിട്ടിരിക്കുന്ന സമയത്താണ് എന്നെ വിളിക്കുന്നത് ബ്രേക്കിൽ. അപ്പം ബിപിൻ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഡയറക്ടറാണ്. അപ്പൊ എൻ്റെ അടുത്താണ് ചേട്ടാ ഒരു മാഷാണ്, പക്ഷെ നല്ല തെറിവിളി കിട്ടാൻ സാധ്യതയുള്ള ഒരു റോളാണ്, നെഗറ്റീവാണ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ നിൽക്കുകയാണ്. അല്ലല്ല ചേട്ടൻ ചെയ്തേ പറ്റും, നമുക്ക് ഒറ്റ ഷെഡ്യൂളിൽ തീർക്കാം, സ്കൂളാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഡേറ്റ്സ് ഉണ്ട് വെറുതെ ഇരിക്കാം. അപ്പം ഇതിൽ നിന്നൊരു ബ്രേക്ക് ആവും. അങ്ങനെ അവിടെ ചെന്നിട്ടാണ് ഞാൻ ഇതിൻ്റെ ഫോണിൽ കൂടെ തന്നെ ഒരു 5 മിനിറ്റ് പറഞ്ഞു. പക്ഷെ അവിടെ ചെന്നിട്ടാണ് എൻ്റെ അടുത്ത് അതിൻ്റെ ഒരു മാനേജ്. അപ്പം ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നാനുള്ളൊരു കാര്യം, അതായത് മുണ്ടുടുക്കാം. എന്നെ സാധാരണ ആളുകൾ വിളിക്കുന്നത് ഈ ഫുൾ മറ്റേ കോർപ്പറേറ്റ് ആണല്ലോ. അപ്പൊ ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് പരിപാടി കോർപ്പറേറ്റ് ആയിട്ടുള്ള അത്യാവശ്യം 2 ഇംഗ്ലീഷൊക്കെ പറയണമെങ്കിൽ വിളിക്കും. അപ്പം മുണ്ടെടുത്ത് അധികം സിനിമകൾ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ മുറുക്കാൻ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ഐറ്റം. അപ്പൊ അതാണ് എന്നെ അതിനകത്തോട്ട് അട്രാക്ട് ചെയ്തത്. അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഇച്ചിരി പരിപാടിയുണ്ട്. അപ്പം നാച്ചുറലി നമുക്കൊരു കോർപ്പറേറ്റ് ഇരുന്നുകൊണ്ടൊരു ദേഷ്യവും വരുമല്ലോ. അപ്പൊ അതിൽ പിടിച്ചു. Willy White toothpaste. മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് Willy White toothpaste. പിന്നെ ആ പിള്ളേരൊക്കെ ഞാൻ ഇങ്ങനെ ബെഞ്ചിലടിക്കുമ്പോൾ ഞെട്ടുന്നത് സത്യത്തിൽ ഞെട്ടുന്നതാ. ആക്ച്വലി ആ പിള്ളേരുമായിട്ട് അത്ര മിങ്കിൾ ചെയ്തില്ല അല്ലേ? ഇല്ല അവർക്ക് എന്നെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഒരു ഇച്ചിരി നമ്മൾ ഇട കൊടുത്തു. അല്ല അല്ലെ പിന്നെ ഇങ്ങനെ ഒറ്റയടിക്ക് അടിക്കുമ്പോഴത്തേനില്ലേ. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ വാഴ 1 കണ്ടതാണ്. അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ ഒരു പാരലൽ വേൾഡ്, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു പാരലൽ വേൾഡ് ഉണ്ടെന്നും അവിടെ സൂപ്പർ സ്റ്റാർസ് ഉണ്ടെന്നും ഒക്കെ നമുക്കറിയാം. പക്ഷെ ഇവരുടെ ഒന്നും പേരുകൾ നമുക്ക് വ്യക്തമായിട്ട് എനിക്കറിയില്ല. വാഴ 1 കണ്ടു. അപ്പൊ അതില് ഇപ്പൊ മോനുമായിട്ടിരുന്ന് കണ്ടപ്പോ ഹാഷിർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ സ്ക്രീനിൽ നോക്കുമ്പോൾ 4-5 പേരുണ്ട്. ഇതിൽ ഏതാണ് കിട്ടുന്നില്ല. ശരി ഹാഷിർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ വാഴ 2 അപ്പം ബിബിൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ആരാ അത് ഹാഷിറാണ്. അപ്പൊ എനിക്ക് ഓക്കെ പുതിയ പിന്നെ കുറെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി. അപ്പോൾ വേറെ ചേട്ടനും അജു. പിന്നെ അപ്പം നമ്മളാണ് അതിൽ സീനിയർ മോസ്റ്റ്. അപ്പം ഞാൻ ഫസ്റ്റ് ഡേ ചെല്ലുമ്പോൾ സ്കൂൾ അസംബ്ലിയാണ് എടുക്കുന്നത്. അപ്പം അവിടെ പിള്ളേരെല്ലാം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളെ കണ്ടപ്പം കുറച്ച് പിള്ളേർ ഓടി വന്നു. അപ്പോഴത്തേക്ക് ആ പ്രൊഡക്ഷൻ പേടിപ്പിച്ച്. അപ്പോൾ പാവം പിള്ളേർ അവർ നിന്നോട്ടെ, നമ്മൾ കുറേ 10 പടങ്ങളിൽ അഭിനയിച്ചുകൊണ്ടല്ലേ അവർ വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാനും അജുവും കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ പിള്ളേരെല്ലാം കൂടെ ഒറ്റ ഓട്ടം ബഹളം. അപ്പൊ ഞങ്ങളിങ്ങനെ നോക്കുന്ന ആര് വന്ന് നീ ആരും ലാലട്ടോ നമുക്കെല്ലാം വന്നോ. അങ്ങനെ നോക്കുമ്പോ ഹാഷിർ വന്നിരിക്കുകയാണ്. ഇവരെ കൺട്രോൾ ചെയ്തിട്ട് കിട്ടുന്നില്ല. ഒരു പോകുന്നു ഹാഷിർ എന്ന് പറഞ്ഞു മറ്റേ ഫോട്ടോ എടുക്കുന്നു പോകണം. അപ്പൊ അജു എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ചേട്ടാ എനിക്ക് മാത്രം തോന്നിയതാണോ ചേട്ടനും തോന്നിയോ? ഞാൻ പറഞ്ഞു എനിക്കും തോന്നി. അപ്പൊ ഞാൻ ഈ ആഷിർ എന്ന് പറഞ്ഞ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും. എന്നിട്ട് ഞാൻ പതുക്കെ സോഷ്യൽ മീഡിയയിലൊന്ന് നോക്കി. അടുത്ത് വന്നാ 2 മില്യൺ. അപ്പം നമ്മള് പറയണ്ട. പിന്നെയാണ് ഇവരായിട്ടൊക്കെ കമ്പനി ആവുന്നത്. വളരെ പാവം പിള്ളേരാണ്. വെരി നൈസ് ബോയ്സ് ആണ്, വെൽ ബിഹേവ്ഡ് ആണ്.